ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ഇടട്ടോ. അപ്പം നമ്മൾ 5ാമത്തെ നോമ്പായി. ഇന്ന് 5ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇന്ന് കുട്ടികളൊക്കെ പോയിട്ട് ഇന്ന് ഒരാട്ടും അനക്കൊന്നുമില്ല കേട്ടോ. പെരയിൽ തീരെ ഒരു അനക്കൊന്നുമില്ല. 2 ദിവസം ഭയങ്കര സൗണ്ടും ഒച്ചപ്പാടും പെര മുഴുവൻ അലങ്കോലേനി കേട്ടോ. ഇന്നിപ്പോൾ ഓലക്കട പോയപ്പോൾ ഒരാട്ടും എനിക്കില്ല കേട്ടോ. ഐസമോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആരും ഇല്ലാതെ ഇങ്ങനെ ഒറ്റക്കായില്ലേ, ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല കേട്ടോ നോമ്പറക്കാനൊന്നും. കാരണം ഓലൊന്നും ഇല്ലല്ലോ, മക്കളൊന്നും ഇല്ലാത്തതിനോട് എന്താണ് ഇപ്പം ഉമ്മച്ചി ഇതൊക്കെ ആക്കിയിട്ടൊന്നും ചോറ് തന്നെ കേട്ടോ. ഒന്ന് നെയ്ച്ചോറാക്കി വെച്ചേക്കാം കേട്ടോ. വെള്ളം വറ്റിച്ച് കാണ്ട് അങ്ങനെ വെച്ചേക്കാണ്. പത്തിരി വേണ്ട പറഞ്ഞാണ്ട് അങ്ങനെ നെയ്ച്ചോറാക്കി വെച്ചേക്കാം കേട്ടോ. പിന്നെ ഒന്നാമത് ഉണ്ടാക്കാനും ഇന്ന് ഇതൊക്കെ ഉണ്ട്, ക്ഷീണം കൊയ്ക്കൊക്കെ ഉണ്ട്. അപ്പം ഒന്ന് ചോറാകുമ്പോൾ വേഗം കുക്കറിലിട്ടാവുമല്ലോ എഴുതിയിട്ട്. പിന്നെ എല്ലാവർക്കും ചോറ് പറ്റും ചെയ്യും. പറ്റാത്തവര് വേറെയും കുറേ ആൾക്കാരുണ്ടാകുമ്പോഴാണ് പ്രശ്നം. ഒരാൾക്ക് ചിലപ്പോൾ അത് പറ്റൂല അങ്ങനെയൊക്കെ. അപ്പം പിന്നെ ഇനിയിപ്പോൾ ചോറ് വെച്ചാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കിയാലും 2 കഴിഞ്ഞ വർഷത്തെ നോമ്പ് കണ്ടോർക്കറിയാം 2 കടിയൊക്കെ ഒരു ദിവസം ഉണ്ടാക്കിയിനി നമ്മൾ. പറ്റാത്തോലും ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ്. ഇവിടെ പിന്നെ ഞങ്ങൾ മാത്രം ആയതുകൊണ്ട് പറ്റാത്തോലും അങ്ങനെ ഒന്നുമില്ല. നമ്മളെന്ത് ഉണ്ടാക്കിയാലും നമ്മൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പം ഞങ്ങളങ്ങനെ തിന്നും. അപ്പോൾ ഒന്ന് ചോറാട്ടോ, നെയ്ച്ചോറാക്കിയേക്കാണ്. പിന്നെ അതിക്ക് ചിക്കനൊന്നുമില്ല കേട്ടോ. സാധനമൊക്കെ ഒരുവിധം കഴിഞ്ഞേക്കണം കേട്ടോ. ചിക്കനില്ല, അതേപോലെ ജ്യൂസ് അടിക്കാനൊന്നുമില്ല. പിന്നെ ചെറുനാരങ്ങ ഉണ്ട്, അത് കലക്കരുതിക്കാണ്. പിന്നെന്താ ഉള്ളികളില്ല, ഏകദേശം കയ്യിൽ ഒടുങ്ങിക്കണം കേട്ടോ. അത് നമ്മൾ വാങ്ങി കൊണ്ടുവന്നതിനല്ല, ഏകദേശം കയ്യിൽ ഒടുങ്ങിക്കണ്. അപ്പോൾ ഒന്ന് ചോറും മുട്ട റോസ്റ്റും ആയിട്ട് ഉണ്ടാക്കിയത്. മുട്ട പീങ്ങിക്കാണ്ട് ഇങ്ങനെ ഉണ്ടാക്കൂലേ, ഉള്ളി കൂട്ടാനാക്കിയാണ്ട് അങ്ങനെയായിട്ട് ഉണ്ടാക്കിയത്. അതെന്തിനാ ഒരു കക്കേരി ഇന്നലെ ഞങ്ങൾ ജ്യൂസ് അടിച്ചേത്ത ബാക്കി ഒരു കക്കേരി ഉണ്ടായിന് കേട്ടോ. ആ കക്കേരി ഇപ്പം ഞോക്ക് മുറിച്ച് കൊടുക്കണമല്ലോ. ഇമ്മ ഇപ്പോഴും ഉമ്മാൻ്റെ അടുത്ത് പോയിക്കണം കേട്ടോ ചെത്താനും വേണ്ടിയിട്ട്. അപ്പോൾ ആകെ ഒന്ന് തന്നെ ഉള്ളത്. ഇന്നലെ തന്നെ കക്കരി ജ്യൂസ് കുടിച്ചിട്ട് ആകെ പ്രശ്നമായിട്ട് നോമ്പറന്നിക്കാണ്ട് വയറ്റിക്ക് ചിലവർക്കൊന്നും പറ്റില്ല. ഇമ്മക്ക് ആദ്യം പറ്റില്ല, പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. എനിക്ക് കക്കരി ജ്യൂസ് ആയത് അങ്ങനെ കുഴപ്പമൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ലൊന്നുമില്ല. ഞാൻ അങ്ങനെ കുടിക്കണതാണ്. കഴിഞ്ഞ വർഷമൊക്കെ കുടിച്ചിക്കണ് കക്കരി ജ്യൂസ് നോമ്പറക്കുമ്പോൾ കുടിച്ചിന്. പക്ഷേ ഇന്നലെ എന്താണെന്ന് അറിയില്ല, കക്കരി ജ്യൂസ് കുടിച്ചിട്ട് വയറുവേദനയും പിന്നെ ഇങ്ങനെ നെഞ്ഞരിച്ചിലുണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ആയിട്ട് ആകെ ഇടങ്ങേറായി. നെഞ്ഞരിച്ചിലായിട്ട് ഇങ്ങനെ മുകൾക്ക് ഇങ്ങനെ വരിക. അപ്പം എന്താ പറഞ്ഞ അപ്പോൾ ഒന്ന് കക്കരി ജ്യൂസ് കുടിച്ചിട്ട് അങ്ങനെ ഇട്ടന്നാലേ. പിന്നെ വത്തക്കൊന്നും ഇല്ലാണോ, ഒക്കെ കഴിഞ്ഞേക്കണം. ഒക്കെ വാങ്ങിയിട്ട് കൊണ്ടുവന്നിട്ടൊക്കെ വേണം കേട്ടോ. അപ്പം നെയ്ച്ചോറും കൂട്ടാനൊക്കെ റെഡി ആയിക്കണ്. ഇനി ബ്രെഡ് ഉണ്ട് കുറച്ച്. അപ്പം നമ്മൾ വിചാരിച്ചു ബ്രെഡ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും സാധനം വേണ്ടാത്തതും ആയ കടി ഇപ്പം അതാണല്ലോ. മറ്റേനൊക്കെ കുറേ സാധനമൊക്കെ വേണ്ടേ, ചിക്കനൊക്കെ വേണ്ടേ. അപ്പോൾ അതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ബ്രെഡ് പൊരിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടോ, പൊരിക്കാനായിക്കണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ വിചാരിച്ചെന്നാൽ വീഡിയോ എടുക്കാൻ ഇൻട്രോയൊക്കെ കൊടുക്കാൻ, എന്നിട്ട് പൊരിക്കാൻ പോകാമെന്ന് കരുതി ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നതാട്ടോ. അപ്പോൾ ബ്രെഡ് പൊരി പിന്നെ നാരങ്ങ വെള്ളമൊക്കെയാണ് നമുക്ക്. അന്ന് അധികം ഒന്നുമില്ല. നമ്മളെ നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയില്ലേ നമ്മളെ തൊള്ളിയിലെത്തിടണേ. അപ്പോൾ നോമ്പറക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിക്കണം കേട്ടോ. ഇനി നോമ്പ് തുറന്നാൽ മതി. അപ്പോൾ ബാങ്കിന് എങ്ങനെ കാത്തുക്കാട്ടോ. ഒന്ന് സമയം കുറേ ബാക്കിയാട്ടോ. ഒന്ന് കാര്യമായിട്ട് ഒത്തും ഉണ്ടാക്കാനൊന്നും ഇല്ലാത്തതിനോട് തന്നെ സമയം കുറേ ബാക്കിയാട്ടോ. ഐസമോള് കുറേ നേരം ആയിക്കണ് കഴിക്കാൻ പോവാറുണ്ട് മേശമ്മ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൊണ്ടുവച്ചിട്ടൊന്നുമില്ല കേട്ടോ. സമയം ഉണ്ടല്ലോ എഴുതിയാണ്ട് പിന്നെ കൊണ്ടുവച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്നതാട്ടോ. അപ്പം പുറത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്, വേറെ പണി. ഇജുണ്ടോണ്ട പൊട്ടും. ഓള് വന്നാരെ 10 ഗ്ലാസ് പൊട്ടിക്കണാവോ. പ്ലേറ്റ് ഉണ്ടേക്കോ, പൊട്ടാത്തല്ലേ. ആയില്ല അതിന് സമയം ഇഞ്ഞുണ്ട്. എന്താ എല്ലാരും വിശേഷം ചോദിച്ചു നോക്കിയ? സുഖാണോ ചോദിച്ചോക്ക്. ഇപ്പം എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അൽഹംദുലില്ലാ സുഖം. ലൈസ മോളെ ആ ഈർക്കിളി കണ്ണ് കുത്തുട്ടോ. ഈർക്കിളി തന്നെയല്ലേ എന്തൊക്കെയോ കുന്തൊക്കെ കൊണ്ടിങ്ങനെ നടക്കൂട്ടോ. എന്നിട്ട് അമ്മളെയും കുത്തും, അതിനോട് ഓക്കും കുത്തും. ഓളിപ്പോൾ ഒറ്റക്കായിട്ടോ. എല്ലാവരും താത്തിയും കാക്കിയൊക്കെ പോയപ്പോൾ ഒറ്റക്കായി. ഓക്കുന്നൊരു സുഖവും ഇല്ലേനിട്ടോ. രാവിലെ മുതലേ ഓക്ക് ആട്ടും എനിക്കൊന്നും ഇല്ലേനി. ഓൾ ഒറ്റക്കായിട്ട് കുത്തല്ലടി. അപ്പം നമുക്ക് സാധനമൊക്കെ കൊണ്ടേക്കട്ടോ. മോളാട്ടോ സാധനമൊക്കെ കൊണ്ടുവന്ന് വെക്കണല്ലേ ഐസ മോളെ. ഓള്
അതിനാ എല്ലാരും ഇല്ലല്ലോ, കൊച്ചു കസാല മതി, നമ്മളല്ലേ ഉള്ളൂ. മൂത്തി ഉമ്മച്ചി കുഞ്ഞാവനെ വെക്കാനൊക്കെ കേട്ടോ കസാല എടുക്കണത്. സാധനങ്ങളൊക്കെ നിരത്തി കേട്ടോ. ഐസമോളും എല്ലാരും വിളിച്ചു തുടങ്ങിക്കണു. വാ പറഞ്ഞിക്കാണ്ട് എല്ലാരും വിളിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ചായ എടുക്കാൻ ബാങ്ക് കൊടുത്തില്ലടി, ബാങ്ക് കൊടുത്തിട്ടില്ല കേട്ടോ. ബാങ്ക് കൊടുക്കാൻ അഞ്ഞുണ്ട്, കുറച്ച് മിനിറ്റുകൾ ബാക്കിയുണ്ട്. അപ്പം ഇന്നത്തെ എന്താന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒന്നും അധികം ഒന്നും ഇല്ല കേട്ടോ, വീഡിയോയും ചെറുതാണ്, നമ്മൾ സാധനങ്ങളും കുറച്ചുള്ളൂ. അപ്പം എന്താന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. കുറച്ചല്ല കേട്ടോ, അത് അധികം തന്നെയാണ്. പക്ഷെ കുറേ കടികളും ഇതൊന്നുമില്ല, നമ്മളല്ലേ ഉള്ളൂ. അപ്പം നമ്മളായതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ ഇതാക്കിയിട്ടുള്ളൂ. അപ്പം എന്താന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് കാരക്ക ഉണ്ട്, പിന്നെ ചായ ഉണ്ട്, പിന്നെന്താ ഇന്ന് ലൈമാട്ടോ. ഇന്ന് ജ്യൂസ് അടിക്കാനൊന്നും ഇല്ലാത്തതിനോട് ഇന്ന് ലൈമാക്കി. പിന്നെ നമ്മളെ ബ്രെഡ് പൊരിയാണ് ഇന്നല്ലേ നമ്മളെ. ഓള് ഇതാക്കണ ഇവിടെ തിന്നൽ തുടങ്ങിക്കണ്. ബാങ്ക് കൊടുക്കണ്ട, അപ്പൊ തിന്നാൻ ഇത് നോമ്പ് പറ്റിയില്ലേ, നോമ്പ് പറ്റിയില്ലേ. പിന്നെ അതാക്കണ ഇന്ന് ചോറാട്ടോ, നെയ്ച്ചോറാണ്. പിന്നെ അതേപോലെ മുട്ട റോസ്റ്റും ആണ് കേട്ടോ. മുട്ട പിങ്ങിക്കാണ്ട് ഇങ്ങനെ ഉള്ളി കടായി മാതിരി ഉള്ളിയൊക്കെ ആക്കിക്കാണ്ട് ഉള്ളതാട്ടത്. ടേസ്റ്റ് ആട്ടോ, ചോറും ഇത് നല്ല ടേസ്റ്റാണ്. തേങ്ങാച്ചോർക്ക് ഇരിക്കണം ഒന്നും ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ ആക്കിയാൽ നമ്മൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കിലേക്ക് ഒന്നും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ആട്ടോ ഇന്ന് നമുക്ക് നോമ്പുറക്കാനുള്ളത് അല്ലേ നമ്മളെ. അപ്പോൾ നമ്മൾ നോമ്പുറക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി. ഐസമോള് നോമ്പ് തുറന്നു കേട്ടോള്, തിന്നലൊക്കെ തുടങ്ങിക്കണം നോമ്പ് തുറന്നിക്കാണ്ട്. ലുഞ്ഞ ഒന്നും തിന്നൂല കേട്ടോ. ഇവള് വെള്ളോ, അപ്പൊ ഇനി വെള്ളം കൊടുക്കട്ടെ. ഇതോ ഞാൻ അത് ഇതെന്ന് നോമ്പറക്കണ സമയത്തില്ലേ, നോമ്പ് തുറക്കുമ്പോ ഞങ്ങള് നോമ്പറക്കാൻ വേണ്ടിട്ടാണ് ഇരിക്കുമ്പോ അവിടെ നിക്ക്, ഞാൻ പറയട്ടെ, ഇന്നെ കുടിക്കാൻ സമയക്കൂല, സമയക്കൂല കേട്ടോ. ഇത് അത് എന്ന് പറഞ്ഞ കൊടുത്തോ. അപ്പൊ അങ്ങനെ നിന്നോണ്ട് കൂട്ടോ. അപ്പൊ ബാങ്ക് കൊടുത്തിക്കണ നോമ്പൊക്കെ തുറക്കട്ടെ കേട്ടോ. ഞാനെന്നെ ഫസ്റ്റ് പച്ചവെള്ളാട്ടോ കുടിക്കല്. ഞാൻ കാരക്കൊന്നുമില്ല, അപ്പൊ ഞാൻ വെള്ളം കുടിക്കട്ടെ. ഐസമോൾ എല്ലാവർക്കും വിളമ്പലൊക്കെ തുടങ്ങിക്കണം കേട്ടോ. അപ്പൊ നോമ്പ് എല്ലാ ഐറ്റംസും ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് നോമ്പ് ടേസ്റ്റ് ഉണ്ട്. നോമ്പൊക്കെ തുറന്നിട്ട് ഐസമോള്. അപ്പൊ അതാ ആദ്യം വെള്ളം കുടിച്ച്, വെറും വയറ്റിൽ ലൈം കുടിക്കരുത് എന്നൊക്കെ ആണല്ലോ. അപ്പൊ ആദ്യം വെള്ളം കുടിച്ച് പിന്നെ അതാ ലൈം കുടിക്കാണ്. പിന്നെ ഐസമോള് ഇതെനിക്ക് ചോറൊക്കെ ഇട്ട് നിൽക്കണം കേട്ടോ. വെച്ച് പൊണ്ണൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാനും ഐസമോളും പടി ഒരു രണ്ടാളും അവിടെ കേട്ടോ. ഞങ്ങള് കുറച്ച് ആൾക്കാരും. അപ്പൊ ഞമ്മക്ക് ബ്രെഡ് പൊരി തിന്നാം. ഓലൊന്നും ഇല്ലല്ലോ. കസാലയൊക്കെ ഇവിടെ നിരത്തിക്കണം കേട്ടോ. അതൊക്കെ ഇപ്പൊ നീനു താത്തിയും കുഞ്ഞാപ്പും അതിലൊക്കെ വരും പറഞ്ഞാണ്ട് നിൽക്കുകയാണ്. കസാലയൊക്കെ ഓല് വരും പൊളവിച്ചാൽ ഓല് അടുത്ത വെള്ളിയാഴ്ച വരുള്ളൂ കേട്ടോ. സ്കൂളില്ലാത്തന്നാ അങ്ങനെ വരലോല്. അപ്പോൾ വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ഇടുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കുക. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അതൊക്കെ 6ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. ടാറ്റാ ബൈ ബൈ.